ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഉഴുന്ന് ദോശയാണ്. അതിലേക്ക് ചീസും പിന്നെ മുട്ടപ്പൊട്ടി ചേർന്നുകാണ്ട് അങ്ങനെ ഒരു ദോശയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വീഡിയോ എല്ലാവരും കാണുക. പിന്നെ എന്താ എല്ലാവരും വർത്താനം, എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമായിരിക്കണം. പിന്നെ തലേ ദിവസം നമ്മൾ അരി വെള്ളത്തിലിട്ടിരുന്നു. ഉഴുന്നും അരിയും കൂടെ ഒന്നിച്ചിട്ട് വെച്ചൊക്കെ പിന്നെ ചിലർ ഉലുവ ഇട്ട് കൊടുക്കും, ഉലുവ ലേശം ഇട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമില്ല. അതുകൊണ്ട് ഉഴുന്നും അരിയും കൂടെ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമുക്കത് അരച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് ചോറും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ ഉലുവ ഇട്ട് കൊടുക്കുന്നത് നന്നായി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ. ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കലില്ല, ഇഷ്ടമില്ലാത്തതുകൊണ്ട്. ഇവിടെ അതിൻ്റെ ചൊയ പറ്റൂലല്ലോ, അതുകൊണ്ട് ഇട്ട് കൊടുക്കലില്ല. പിന്നെ എന്താ പറയാം, സോഡാപ്പൊടിയില്ലേ, അത് ഇട്ട് കൊടുക്കും ലേസം നന്നായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും അതും ഇട്ട് കൊടുത്തിട്ടില്ല, അതും നമ്മളെ കയ്യിലില്ല, അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ തീയൊക്കെ പിടിപ്പിച്ചുകൊണ്ട് വെക്കുകയാണ്. തീ ആദ്യം തന്നെ ഒന്ന് പിടിപ്പിച്ച് വെച്ചാൽ നല്ലോണം കത്തി പിടിച്ച് കിട്ടും. പിന്നെ ഈ മഞ്ഞൊക്കെ ഉണ്ടായതുകൊണ്ട് പുറത്തല്ലേ, അപ്പോൾ കുറച്ച് പണിയാണ് ആദ്യം ഒന്ന് പിടിച്ച് കിട്ടാൻ. പിന്നെ പിടിച്ച് കഴിഞ്ഞാൽ നല്ല ചൂടാണ് കേട്ടോ, നല്ല അടുപ്പുമാണ്, നല്ല ചൂടുമാണ്. അപ്പോൾ പത്തിരിക്കല്ല് വെച്ചെടുത്തിട്ടുണ്ട്. പത്തിരിക്കല്ലിലാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. ഇനി ചീസും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. പിന്നെ എല്ലാവരും ചോദിച്ചിരുന്നു അടുപ്പ് എങ്ങനെയുണ്ട്, അടുപ്പ് നല്ല അടുപ്പാണോ, നല്ല ചൂടുണ്ടോ ഒക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ നല്ല ചൂടുണ്ട്. നമ്മൾ കത്തി പിടിച്ച് കഴിഞ്ഞാൽ നല്ല ചൂടാണ്. പിന്നെ അതിനോട് കൂടെ തന്നെ അതിൻ്റെ ഒപ്പമുള്ള സാധനങ്ങൾ അങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് വേഗം ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാ മാവക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് അതിലേക്ക് എണ്ണ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഉഴുന്ന് ദോശൻ്റെ മാവ് പാർന്ന് കൊടുക്കുക. നമ്മൾ മാവ് ഒഴിച്ച് പരത്തി കൊടുത്ത് കഴിഞ്ഞ് മാവൊക്കെ ഒന്നിങ്ങോട്ട് വെന്ത് വന്നതിന് ശേഷമാണ് പിന്നെ അതിലേക്ക് മുട്ട പൊട്ടിച്ച് പാർന്ന് കൊടുക്കേണ്ടത്. അപ്പോൾ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ചീസ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ടൊമാറ്റോ സോസൊക്കെ ഉള്ളവർക്ക് അത് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, ഇത് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതാണ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇപ്പോൾ ഇവിടെ ഇത് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, ചീസ് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. മുട്ടയും കൂടെ പൊടിച്ച് വാർന്നുകാണ് അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ മുളകും പൊടി ലേസം ഇങ്ങനെ വിതറി കൊടുക്കുക. അതൊന്നും കുട്ടികൾക്ക് എരിവ് വല്ല ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ദോശ ഒന്നായിട്ടുണ്ട്. ചട്ടി നല്ല ചൂടായതുകൊണ്ട് തന്നെ ആദ്യം ചുട്ടത് ഒന്ന് കരിഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇനി അടുത്തൊന്ന് പാർന്ന് കൊടുത്ത് അധികം മുട്ട വെട്ടിച്ച് പാർന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ചുട്ട് എടുക്കുക. അപ്പോൾ ഇതാ ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിതുമാൻക്ക് തിന്നാൻ കൊടുത്തപ്പോൾ ഇത് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ തിന്നുന്ന ആ ഒരു വീഡിയോ ഞങ്ങളൊന്ന് കണ്ടു നോക്കി. ആദ്യം ഒന്ന് തിന്ന് സൂപ്പറാന്നൊക്കെ പറഞ്ഞ്. ഒന്നാമത് ഓനക്ക് മുട്ട ഇങ്ങനെ പൊരിച്ച് ഉള്ളത് ഓനക്ക് പറ്റണില്ല. പുഴുങ്ങിയതായാലും അതിൻ്റെ മഞ്ഞക്കരുണ്ടല്ലോ അത് തിന്നില്ല. അങ്ങനെയൊക്കെയാണ്. നമ്മളെ വീട്ടിലുണ്ടാകുമ്പോൾ കുട്ടികൾക്ക് വലിയ ആവശ്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ കൊടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഓനക്ക് വേറെ നൂഡിൽസ് ഉണ്ടാക്കി ഓൻ അങ്ങനെ തിന്നുകാണ്ട് ഒന്നിച്ച് പോയത്. അപ്പോൾ ഒരു രസം ഒക്കെ എന്നിട്ട് പറഞ്ഞുകാണ്ട് പോയിട്ടുണ്ട്. Ridwa? Kayak sama. Gitu. Kayak gini ya? lagi. ഇത് നോക്കാം. ഇത് എന്താണ്? മുട്ടയൊക്കെ ഇട്ടുകൊണ്ടുള്ള വെള്ളപ്പം, ഉഴുന്ന് ദോശ.
സോസ് വേണ്ടി തക്കാളി സോസ് ആണ്. തക്കാളി സോസ് ഇല്ല അതുകൊണ്ട്. പിന്നെന്താ വേണ്ടി ഇതിക്ക്? ഇങ്ങനത്തെ രസം ഉണ്ടാ? ഇങ്ങനെ മുട്ട കിട്ടൂല. എന്താ മുട്ട വേണ്ട? മുട്ട ചേർത്തപ്പോ രസം ഉണ്ടായത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ലാ എന്താ നീ ഇത് കാട്ടത്? ഇത് ബാക്കിയാവോ? അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക, ആ ലൈക്ക് ഒന്ന് ചെയ്യുക. അപ്പോൾ നമ്മളിനി കോഴിക്കളെ വിടട്ടെ. അവിടെ ഒന്നാക്കി വലിയ പടക പൊട്ടിച്ചിട്ടുണ്ട്.